ഒരൊറ്റ ചവിട്ടേക്കാരം കേട്ടോ. എന്തൊക്കെ കിട്ടൂട്ടോ, കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. ഹലോ മൈ ഗൈസ്, ഇന്നൊരു അഡ്വഞ്ചർ വ്ളോഗേക്കാരോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പിന്നെ അതൊക്കെ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അപ്പോൾ ഞാൻ ഇതിന് പോയിക്കല്ലേനു, ട്രിപ്പ് പോയിക്കല്ലേനു. അപ്പോൾ ഇവിടെ വമ്പ സീനായി പറഞ്ഞാൽ പെരക്കാർക്കല്ല, കുടുംബക്കാരും നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് തൊഴിലല്ല അത്ര പെരക്കാർക്ക്. അത് ഞാൻ ഇന്നലെ ഏട്ടൻ ദുബായിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെ പെരേന്ന് ഒച്ചവിളി ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുമോള് എല്ലാവരും ചൊറ തന്നെയാണ്. ചൊറാറിനെ ചൊറല്ല, ഓൽക്കൊക്കെ വിളി വരുന്നുണ്ട്. ഉമ്മാക്കൊന്നും പെരയിൽ എടുക്കാൻ തൊഴിലല്ല. ഉപ്പാക്ക് പുറത്ത് പള്ളിക്ക് പോയിട്ട് അടക്കം പള്ളിക്കുന്ന ആരോ ചോദിച്ചു പാനോട് എന്താ അത് നല്ലത്. ഇത് ഒന്ന് റമദാൻ മാസം, രണ്ടാമത്തത് ഇത് എന്താണ് ആനക്കൊന്ന് ചിന്തിച്ചൂടെ, നമ്മുടെ കല്യാണം ഒന്നും കഴിയാതല്ലേ നടക്കണത്. ഒന്ന് ചിന്തിച്ചൂടെ, നാട്ടിൽ കാണല്ലേ, ഒരു പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ എന്താ അതും ആൾക്കാർ പറയണത്, ഉമ്മാക്ക് ആൾക്കാർ വിളിച്ചു ചോദിക്കണ്, മുർഷിക്ക് മെസ്സേജ് അയക്കണ്, കുഞ്ഞുമോള് അളിയന്. എനിക്കിതുവരെ ആരും വിളിച്ചിട്ടില്ല. അത് വേറെ വിഷയം. എന്താ പറ്റി കണ്ടിക്കണേ. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇനി പോലെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ചിലപ്പോൾ എന്നെ പുറത്താക്കുമോ, എന്നെ പെരയിൽ നിന്ന് പുറത്താക്കുമോ ഒന്നും അറിയില്ല. ഞാൻ വന്ന് കയറിയത് തന്നെ ഓരോന്നും കണ്ടിട്ടില്ല, പെരൻ്റെ ഉള്ളിൽ കയറിയത്. പിന്നെ സാബുവിനോടാണ് എനിക്ക് പറയാനുള്ളത്, ക്യാമറ പിടിച്ചിരിക്കുന്ന സാബുവാണ്. കത്തി മടാള് അതൊക്കെ ചിലപ്പോൾ കയറി വരും, ഡിഫെൻഡ് ചെയ്യാനും കൂടി പഠിച്ചോ. അപ്പോൾ എന്തായാലും നമുക്ക് നടിയിൽ പോയേക്കാം, ഓരോ റിയാക്ഷൻ എന്താ നോക്കി നോക്കാം. ബിസ്മില്ലാ. ഓ ഇവിടെ ഫുള്ള് ഇരുട്ടാണല്ലോ. കമോൺ. ഹലോ, എന്താണ് ഇവിടെ ആകെ പ്രശ്നമാണ് പറയാൻ കേട്ടു. ആരൊക്കെ വിളിച്ചിന് പറഞ്ഞോളി, ആരൊക്കെയാണോ വിളിച്ച് പറയടോ. ഇമ്മ മുസാഫിലാണ്, അതന്നെ കഴിയട്ടെ. ഇത് ഓതി കഴിഞ്ഞേക്കന്നെ തെറി വരരുതിട്ടോ, നോമ്പ് അറിയോ. വേറെ എവിടെ വാപ്പ വരുന്നുണ്ട്. വാപ്പാക്ക് പള്ളിക്കൊന്നും പോകാൻ പറ്റില്ല എന്നറിയണേ, ആൾക്കാരോരോന്ന് പറയണേ. ബ്രോ, ഇന്നലെ ആരെങ്കിലും ഇവിടെ എന്തേലും വന്ന് പറഞ്ഞോ? കുടുംബക്കാരെന്തേലും പറഞ്ഞോ? എന്നാ പോരി. ഇനി അടുത്ത ആൾക്കാരെവിടെ? ചെറുതെവിടെ? ഹാദി ടൗസർ ഇടാതെ വരില്ലേ കേട്ടോ. വാ എൻ്റെ കുട്ടി അമ്മരെ, എൻ്റെ കുട്ടി അയച്ചല്ലേ എൻ്റെ കുട്ടി നമ്മുടെ ചെക്കമല്ലേ, മറ്റേ ഏതൊരു സിനിമയിലെ മറ്റേ പെണ്ണുങ്ങൾ വരില്ലേ കുളി കഴിഞ്ഞാണ്ട് അതേമാതിരി വന്ന്. ഹാദി ടാറ്റ കാക്ക ഇജെന്നാ ആസ്പത്രിയിൽ നിന്ന് ഇങ്ങോട്ട് പോയോ. നിങ്ങൾ പറയും, ഇത് പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞേ അത് പറയും. രണ്ടാളും നേരത്തെ ഇക്കറിയപ്പെടയോ അല്ലേ, ആരൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? നിങ്ങളത് പറയും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളിത് പറയും, അത് നോക്കാം. ജോക്ക ഇവിടെ നല്ല ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞോ? നിക്ക് ഇവിടെ നല്ല ആരെങ്കിലും എന്തേലും വന്ന് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഡാഡി വരുന്നുണ്ട്. ആരെങ്കിലും എന്തേലും പറഞ്ഞോ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ചെറുക്കൊന്നും കൊണ്ടില്ല. ഇത് പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇത് പറയുന്നു. മമ്മി അയ്യോ ചെറുക്കയച്ചു, മുണ്ടയച്ചു. നിക്ക് വാവ ശരിയാക്കി തരാം, ഒരു മിനിറ്റ്. സത്യം പറഞ്ഞപ്പോൾ ഇന്ന് ഇവിടുത്തെ പള്ളി കയറാൻ പറ്റൂല അല്ലേ, പുറത്ത് പള്ളി പോകേണ്ടി വരുമോ, പഞ്ചായത്തോടെ ഉണ്ട് വരുമോ? നിങ്ങളിത് എന്തേലും ഒന്ന് പറയേ. ഐസ് ഉമ്മ നിസ്കരിക്കാല്ലേ, അല്ല ഖുറാനോ അതാണ്. നമുക്ക് എന്തായാലും നമ്മളിന്ന് എന്തായാലും ഇവിടുത്തെ പള്ളിയിൽ കൂടുന്നില്ല, പുറത്തേതായാലും പള്ളി. എന്താണ് പ്രശ്നം? ഒന്നുകൂടി പറയൂ, മൈക്കൽ കിട്ടില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ഇനി കുളിച്ചിട്ട് അതിനനുസരിച്ച് പെരുമാറിക്കോളും. അപ്പം ഞാൻ എന്തായാലും കുളിച്ചിട്ട് ഇനി അടുത്ത പഞ്ചായത്തിലെ പള്ളിയിൽ പോട്ടെ. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നിലവിലില്ല. വാപ്പാൻ്റെ അടുത്ത് പോയിട്ടില്ല. പിന്നെ വാപ്പാക്ക് പള്ളിക്ക് പോകാൻ പറ്റില്ല. വാപ്പാക്ക് പള്ളി പോയ ആൾക്കാരോ ഓരോന്ന് പറയാന്നൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ കുപ്പായടണം പോയിട്ട് പിന്നെ അതാ എന്താ പറയുക, ഇമ്മാക്കാണെങ്കിൽ ഓരോരുത്തർ വിളിക്കുക, കുടുംബക്കാർ വിളിക്കുക, താത്താക്കായാലും ആരൊക്കെ വിളിക്കാന്നൊക്കെയാണ് നിലവിൽ എനിക്ക് കിട്ടിയ അറിവ്. എന്തായാലും ചെറുക്കാൻ കുപ്പായിടാതെ വരും നോക്കാം. അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് തെളിയണം.
എന്നിട്ടുള്ള നമുക്കൊന്ന് ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണ്, പള്ളി പോകണം. ഞാൻ വളാഞ്ചേരി പള്ളി പോകാനൊരു പ്ലാനാണ്. ഇവനെ ഏതായാലും ആക്കി കൊടുക്കും വേണം. എടാ ആ കുപ്പായട്ടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പല്ലേച്ച് കുളിച്ച് പള്ളി പോട്ടെ. കാരണം എന്താ വെച്ചാൽ 12 മണി ഓൾറെഡി ആയിക്കണ്. ഞാനിട്ട് വളാഞ്ചേരി എന്തായാലും ഈ പഞ്ചായത്ത് വിടണം. പഞ്ചായത്തിൽ നിന്ന് കണ്ട് വെള്ളിയാഴ്ച പള്ളിക്കൂടൽ നടക്കൂല. ചെക്കനെ ടൗസർ ഇട്ട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് വീഡിയോ ആണ് അടിച്ച് പോകും. ഇതാണെങ്കിൽ ഇടക്കിടക്ക് കൊയിനാടുണ്ട്. വലിയ കാലമല്ലോ. എന്നാൽ തന്നെ ഇതന്നെ എന്തോ ഭാഗ്യം അല്ലേ? അതന്നെ അവൻ്റെ അമ്മ കണ്ടറിഞ്ഞിട്ട് കൊടുത്താവും. നിന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കൊണ്ടാച്ചിട്ട്. കുട്ടികൾക്ക് ടൗസറും കുപ്പായിട്ട് എടുക്കുന്ന സാബു ഇങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാറില്ല. എനിക്ക് പെൺകുട്ടികളുള്ളൂ അല്ലേ, ചെറിയ കുട്ടികളില്ല. എടാ ഇങ്ങോട്ട് വായോ. ഇന്നലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവിടെ വന്നിട്ട്? ഞാൻ പെണ്ണുങ്ങളപ്പം അല്ല പെണ്ണിൻ്റെ ഒപ്പം പോയേന് പറഞ്ഞീനോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാൻ പെണ്ണിൻ്റെ ഒപ്പം പോയേന്? ഇല്ല. പിന്നെന്താ എൻ്റെ വാപ്പ എന്നോട് അങ്ങനെ വിളിച്ചു പറഞ്ഞു? ആ എൻ്റെ വാപ്പ എന്നോട് വിളിച്ച് പറയാണേ. എനിക്ക് പെണ്ണുണ്ടോ പോവാന്? അല്ല ആരാ മറ്റേ ജ്വല്ലറിയിൽ പെണ്ണിനകത്ത് പോയതാര്? ജ്വല്ലറിയിൽ പെണ്ണിനകത്ത് ഇങ്ങനെ നിന്നതാരാ? ഈ വടക്ക് അത് നമ്മൾ ജ്വല്ലറി പോയിട്ട് ഒരു കുട്ടീനെ കണ്ടിട്ടേ ഇവൻ അതിന് പോയി ഉമ്മെടുക്കാൻ പോവുക, അതിനെ കെട്ടിപ്പിടിക്കാൻ പോകും. എന്നിട്ട് നമ്മൾ പോയി. അല്ല ഇജ്ജില്ല അന്ന് ആരെയും മുസറോ അന്ന്. എന്നിട്ട് ഞങ്ങൾ പോയിട്ടേ ഓന് പോയിട്ട് എന്താ ഉമ്മക്ക് കൊടുത്തു ഇത്രേ. ആ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് ഞാൻ ഒരു സാധനം വാങ്ങാൻ പുറത്ത് പോയതാ. അതിൽ നിന്നിട്ട് ആ പെണ്ണിനെ പോയിട്ട് ഉമ്മക്ക് കൊടുത്തു. പോസ്കോ അതിന് പെനും പോസ്കോണ്. പിന്നെ ഇതൊക്കെ പെണ്ണുങ്ങളെ പോയി ഉമ്മ കൊടുക്കാനൊന്നും പോയത് കേട്ടോ. എൻ്റെ പെണ്ണാണെങ്കിൽ പോയി ഉമ്മ കൊടുത്തോ, ഇല്ല അടിയാണ് കിട്ടും കേട്ടോ. അല്ലാണ് പറഞ്ഞിട്ടില്ല. എനിക്കേ പെണ്ണുങ്ങളെ ഉമ്മ കൊടുക്കണം എന്നുണ്ടെങ്കിലേ പെണ്ണുങ്ങളെ വളക്കണം, എന്നിട്ട് ഉമ്മ കൊടുത്തോ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങോട്ടോ. ഇന്നലെ ആരേലും ഇവിടെ വന്ന് പ്രശ്നമാക്കി അലമ്പാക്കിനോ? ആരലമ്പാക്കി? കാക്കേ ആരൊക്കെ? ഞാൻ എൻ്റെ ലൈൻ്റെ ഒപ്പം പോയതിന് ആരൊക്കെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു? പൊട്ട. അപ്പം എന്തായാലും ഞങ്ങൾ കുളിക്കട്ടെ, പഞ്ചായത്ത് വിടാൻ പോവാണ്. ഓക്കെ ബൈ. അതിന് കുപ്പത്തൊട്ടി ആയിക്കണം വണ്ടിയൊക്കെ. വേഗത്തിന്ന് താത്ത കാണുന്നതിനാണ്. വേഗം തിന്നാണി. മറ്റേ ബല ഏട്ടത്തിക്കേ, അതായത് ഇവിടെ താത്താക്ക് വാതിൽ ഇറക്കണോ? നമ്മൾ പോകല്ല, അത് തിന്നാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ബല ഏട്ടത്തിക്ക് മറ്റേ അപ്പൻഡിക്സ് ആയിട്ട് ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് മുട്ടായി വാങ്ങി കൊടുത്തിക്കണ്. അപ്പോൾ ഇവര് കാണാതെ തിന്നാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിരിക്കാണ്. തിന്നണ പൊട്ട കോപ്രായം കാട്ടാനല്ല, തിന്നങ്ങട്ട് വേഗം തിന്നാ. ചെറിയ കൂടിയൊക്കെ ആക്കിയോ മമ്മ? മമ്മാന്റെ പതപ്പല്ല, അതിന്റെ പതപ്പാ. ഞാൻ വാങ്ങിയ പതപ്പാ. ഒക്കെ എന്റെ മമ്മാന്റെ പതപ്പാ. വേഗം തിന്നട അങ്ങട്ട്. എവിടെയത്? തിന്നട വേഗം തിന്നട. പള്ളി പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ഗേറ്റിന്റെ അവിടെ പോരി. ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്ന് തന്നാ മതി. അവിടുന്ന് വിലക്ക് വരുമല്ലേ? നിങ്ങൾ ഏതായാലും അങ്ങോട്ട് പോകല്ലേ, ആ ഗേറ്റും കൂടി തുറന്നാളി. എന്നാ പോട്ടെ. വണ്ടിയൊക്കെ ആകെ കൊച്ചി കോർപ്പറേഷൻ ആയിക്കോളൂ ഗൈസ്. ആകെ ഫുള്ള് ഇതായിട്ട് ഫുള്ള് കച്ചറ. ഞാനും സാബും പാടെ എൻ്റെ മാലിൽ നിന്ന് ഇനി സാബുവിൻ്റെ മാലിലേക്ക് പള്ളിക്കൊക്കെ നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ആണല്ലോ. അപ്പോൾ സാധാരണ ഇവനാണ് നമ്മളെ മാലിലേക്ക് വരല് വെള്ളിയാഴ്ച ആകുമ്പോൾ. പക്ഷേ എപ്പോഴും ഇപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നാട് വിടാൻ. ഞാൻ നാട് വിട്ട് പോവാണ്. നാട് വിട്ട് പോവില്ല, വെള്ളിയാഴ്ച പള്ളിക്ക് ഇവൻ്റെ നാട്ടിൽ പോവാണ്. അപ്പം എന്താ വെച്ചാൽ നാട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം ടൂർ പോയിട്ട് ഞാൻ ഇത്ര പ്രശ്നമാകുന്നൊന്നും ഞാനും കരുതിയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളിനി ഓൽക്കൊരു ബുദ്ധിമുട്ടാക്കണ്ട നമ്മൾ കാരണം. നമ്മളിന്ന് രാവിലെ ഇട്ട എത്തി. നമ്മൾ ഒരു 4 മണിയായി, 3:30-4 മണി ആയിക്കണ്. അപ്പം എന്തായാലും നമ്മൾ തിരിച്ചു വരുന്ന വ്ളോഗൊന്നും ഇനി ഇടണില്ല. കാരണം എന്താ വെച്ചാൽ ഇനി അത് കണ്ടിട്ട് എൻ്റെ കുടുംബക്കാർക്കോ ഓൽക്കൊന്നും ഇനി ഒരു ഇടങ്ങാറാവണ്ട. നമ്മൾ കാരണം ഓൽക്കൊരു ഇടങ്ങാറുണ്ടാക്കണ്ട. എങ്ങനെ അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇടണില്ല. അങ്ങനെ ഗായ്സ് ഞങ്ങൾ പള്ളി പോയി വന്നത്. നമ്മൾ വളാഞ്ചേരിക്ക് എത്തില്ല കേട്ടോ, കോട്ടപ്പുറം പള്ളിയിലാണ് കയറിയത്. കോട്ടപ്പുറം പള്ളി അടിപൊളി പള്ളി അല്ലേ. അപ്പം എന്തായാലേ
ഞങ്ങൾ ഇനി സാബുവിനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓൻ്റെ വണ്ടി കിടക്കണ കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന വണ്ടി. അപ്പൊ ഇനി ഓനവിടെ ആക്കിയിട്ട് ഞാൻ ഇനി നാട്ടിൽ തന്നെ പോരും. ബാക്കി എന്താ വെച്ചാൽ അവിടെ വരുന്നോടത്ത് വെച്ച് കാണാം. ഓക്കെ. ഇതാ സാബുവിനെ ഇതാ കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുകയാണ്. സാബു കുറ്റിപ്പുറത്ത് ഇറക്കി വിടണ വേറൊന്നുമില്ല, ഓൻ്റെ വണ്ടി ഇവിടെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതെ, എന്റെ ഒഴിവ് സമയങ്ങൾ വണ്ടിന്റെ ഒരു കോലം കണ്ടത്. അത് കൊച്ചി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണ്. അതെ. അച്ഛാ നോമ്പില്ലല്ലേ? അത് മറ്റതിന് വാങ്ങിയാടാ, അത്തായത്തിന് വാങ്ങിയാണ്. വെളിച്ചെണ്ണ കഴിയാൻ കാരണം എന്താണ്? ഇത് ഇത്ര അച്ഛാ ഇത് ഉണ്ടാക്കിയ ഇത്ര കഴിയില്ല, കാരണം ഇത് ഇത്ര ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആദ്യം കൊണ്ടേക്കോ. ഇവൻ എന്ത് സാധനം കിട്ടിയാലേ ഇത് ഞാൻ ഇത് എനിക്ക് വീട്ടിൽ കൊണ്ടാ തരുമോ, ഇത് എനിക്ക് സ്വന്തം തരുമായിരിക്കും. അപ്പോൾ കൈ സാബ് അങ്ങനെ പോവാണ്. എന്നാ പോയിക്കോ, വേഗം പോയിക്കോ. നോക്കേട്ടോ, ഇതിലൊന്ന് പറഞ്ഞിട്ട് പോയി ചെങ്ങായി. ഞാൻ പോവാണ്. എന്നാ വേഗം പോയിക്കോ. ബൈ ബൈ ബൈ. ലവ് യു ടു. എന്നാ ശരി, അസ്സലാമലൈക്കും. ബൈ. നാളെ നോമ്പർപ്പിക്കല്ലേ? നാളെ നോമ്പർപ്പിക്കൽ വ്ളോഗ് ആയിക്കോട്ടെ. ഓക്കെ ബൈ. നമ്മളങ്ങനെ പെരേക്ക് എത്തിയപ്പോൾ ചെക്കൻ്റെ ആദ്യത്തെ കൊളാബറേഷൻ വന്നിക്കണ്. ചെക്കൻ ഇൻഫ്ലുവൻസറായി. അന്റെ ഫസ്റ്റ് കൊളാബറേഷൻ ഇങ്ങോട്ട് വാ ചെറുക്ക. ഓനെവിടെ? ഒളിച്ചിക്ക കള്ള ഒളിച്ചിക്ക കൊളാബറേഷൻ വന്നിക്കണ്. എന്നാണ് വായ നല്ല ഡ്രസ് ഉണ്ട്. ഇത് വായ പൊട്ടിച്ചാ നമുക്ക്. വാ, ഒരു കൊളാബ് വന്നിക്കൂടി ചെറുക്ക. അങ്ങോട്ട് വായോ. ഇതാര് കൊടുത്തയച്ചാണ്? എന്താണ് കമ്പനി? ഇതിൻ്റെ പേരെന്താണ്? ടീൻ ബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജല്ല, ഒരു ബ്രാൻഡ് അയച്ചു കൊടുത്താണ് ചെക്കന്. ഫസ്റ്റ് കൊളാബറേഷനാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു കൊളാബറേഷനാണോ എനിക്ക്. ഇതെന്താ ടീഷർട്ടുകളാണ് കേട്ടോ, കുറേ ടീഷർട്ടുകളുണ്ട്. അപ്പോൾ ഓക്കെ അതാ. ഇത് പിടിച്ചിരിക്കുക. അല്ല പഠിച്ചോനെ, കുറേ ടീഷർട്ട് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, കുറേ കളറുകളുണ്ട്, കുറേ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ പൊട്ടിച്ചാ? ഇതിലിപ്പോൾ ആരുടെയൊക്കെയെന്ന് എങ്ങനെ അറിയാം? മാറ്റി വന്നാലോ? എന്നാൽ കൈസ് ചെക്കനെ ഞങ്ങളൊരു ടൗസർ ഇട്ടിട്ട് വരാം. സിസിലി നോമ്പില്ലേ? പോവാ നോക്കേ. നോമ്പില്ല എനിക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം കേട്ടാ. കരച്ചിൽ വന്നിക്കണോ അല്ലാ. നോക്കേ ഗൈസ്, ഞങ്ങളിതേ ഓ ചെക്കന്മാർക്ക് മാറ്റി കൊടുത്തിട്ട് വരാം. ഗൈസ് ചെറുക്കൻ അങ്ങനെ തുണി കുപ്പായ മാറ്റി. നോക്കട്ടെ രസമുണ്ടോ? ഇഷ്ടായോ? സൂപ്പറായോ? ഒന്ന് സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ. അടിപൊളി. അല്ല ദാസപ്പ എനിക്ക് വേണ്ടേ? എന്നിട്ട് പോയിട്ട് മാറ്റിക്കോ. നമുക്ക് തീർത്തൊരു വീഡിയോ എടുത്താലോ? റെഡിയാണോ? എന്നാ പുറത്തേക്ക് ഇറങ്ങാം. ചെക്കൻ അങ്ങനെ ഫോട്ടോഷൂട്ടിന് റെഡി ആവാണ്. ഷൂസൊക്കെ ഇട്ട് ചെറുക്കൻ. എവിടുക്ക പോണേ? മൂക്കട്ടുണ്ടോ? എവിടുക്ക പോണേ? എന്നാ ഒരു ചീറി. എവിടുക്കാടാ പോണേ? പറയേ. എന്നാ മാറ്റി. ഓൻ്റെ ഒരു ടെന്നീസ് കളിക്കാരൊരു ഷൂസും അല്ലേ? എന്നാ ഇറങ്ങി ചാടി മണ്ട്. ഇറങ്ങിക്കോ. എന്നാ പോയി നടക്കാണ്ട് ആടെ എടുക്ക്. എവിടുക്കാ ബനിബനെ എവിടുക്കാ? ഓനാണ് പുതിയ ആപ്പിളയക്കണ്. ഹലോ, വണ്ടിയിൽ പോകാനല്ല, വീഡിയോ എടുക്കാനാ. എന്നാ പോരെ, നമുക്ക് ഓരോ വീഡിയോ എടുക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ടിനുള്ള വണ്ടി ആയിട്ട് വരുന്നുണ്ട് ചെറുക്കൻ. എന്താ എന്നാ എടുക്ക്, വണ്ടി വിടും. പോട്ടെ വണ്ടി എടുക്ക്. ആ കറക്റ്റിനാ. അള്ളാ, ചെക്കൻ ഡ്രൈവിംഗ് അടിച്ചോ? ലൈസൻസ് ഉണ്ടോ എനിക്ക്? ലൈസൻസ് ഉണ്ടോ? എവിടുന്ന് എടുത്ത് ഇബ്രാഹിം കാക്കാൻ്റെ വീഡിയോ എന്നാ ലൈസൻസ് എടുത്ത്? ആ എന്നാ വേഗം വിട്ടവാ. പോട്ടെ വേഗം പോട്ടെ. ഇതെന്തെങ്ങായി മെല്ലെ പോണേ? പോട്ടെ അങ്ങോട്ട്. അയ്യോ, അമ്പൊക്കെ എടുത്തുന്ന വണ്ടിയാ. എന്നാ പോട്ടെ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലത്. എന്നാണീ കുട്ടി. എന്നാ വായ എടുത്തു വാ. വണ്ടി എടുത്തു വാ. മുമ്പേക്ക് വാ. ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് എടുത്തു വാ. ഇങ്ങോട്ട് വാടി. എങ്ങനെയുണ്ട് ടീഷർട്ടൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നാ സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പറാണോ? മുട്ടാണിയൊന്നും കാണിക്കല്ലേ, ഇത് അടിച്ച് പോകുമോ? ചെറുക്കനാണെങ്കിൽ അമ്മക്കാ പോവാ. മുട്ടാണി കാണിക്കരുത്. ടീഷർട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറയാം. സൂപ്പർ. ചെറുക്കൻ വള്ളി ടൗസർമ കളിച്ചാ. അവിടെ മറ്റോ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ,
എന്നാ പോയോ? ആ ചെക്കനെ ഉണ്ട്. സോലൊരു ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ അമ്മാതിരി കുഴക്കും. അത് എന്താ വെച്ചാൽ പറഞ്ഞാൽ കേൾക്കൂലേ, അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും അത് നിർത്തിക്കണേ, പരിപാടി നിർത്തിക്കണേ. അത് ചെയ്യുന്നില്ല എന്നല്ല, ചെറുതായിട്ട് ഇൻസ്റ്റഗ്രാമക്ക് ഈ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് എടുത്തിക്കണേ. അതിനെ എങ്ങനെ പറഞ്ഞാൽ കേൾക്കണ്ട. തൊരപ്പൻ്റെ മോറോക്കാ കുടിച്ചിക്കണോക്കാ കൂമൻ നോക്കടാ. പോയടാണ് നീ എന്നാ പോരി നോമ്പറക്കാൻ നോക്കി. നോമ്പറക്കല്ലേ എന്നാ പോരി. നോമ്പുണ്ട് അതിന് നോമ്പറക്കാൻ. ആ വണ്ടിയൊക്കെ ഓഫാക്കി പോരി. എന്താ മോൻ്റെ ഓഫാക്കലൊക്കെ. നോമ്പുണ്ടോ? ഞാൻ പറ്റി എൻ്റെ ചെറിയ നൂഡിൽസ് അല്ലേന്നു നമുക്ക് ഞാൻ വന്നപ്പോൾ. നോമ്പുണ്ടോ എനിക്ക്? തേങ്ങ ഉണ്ടോ എനിക്ക്? എവിടെ നോമ്പ്? ടൗസറിൻ്റെ ഉള്ളിലാണ് നോമ്പ്. അത് കുഴപ്പമില്ല, നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് വരാം. എന്നാ കയറ്റിക്കോ ജി. ഓൻ വല്ല എന്നോട് വല്ല പണിക്കാരൻ്റെ പോലെ. ഞാൻ എന്താടാ എൻ്റെ പണിക്കാരനാ? എന്നാ വേഗം കയറ്റിക്കോ. ഉള്ളു കയറ്റണോ? ആ ഇജ്ജ് എവിടുക്കാ? ഇതുകൊണ്ട് പോക്കുണ്ടോ? സ്കൂളിൽ വിടുമ്പോൾ പെണ്ണുങ്ങളെ കാണാൻ പോക്കുണ്ടോ? എന്നാ പോട്ടെ. അങ്ങനെ നല്ല പൊട്ടാ, ഞാൻ കയറ്റി തരാം. ബാ എന്നാ വരി. ഇങ്ങനെ പിടിച്ച. അയ്യോ ഇങ്ങനെ പിടിച്ചാലേ. നടക്കാം അങ്ങോട്ട്. പാറക്കൽ തറവാട്, അതിൻ്റെ മുന്നിലൊരു ആന. ഞാനേ എന്താ ഞാനാ? ആന എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? അവിടെ ഇരിക്കണോ? എന്നിരുന്നോ. ഞാനേ എന്തൊക്കെ ഈ ചെറുക്കൻ പറയണേ. ഇങ്ങനെ പോന്നാ. അല്ല ബാങ്ക് കൊടുത്തു. നോമ്പറക്ക ഗൈസ്, നോമ്പറക്കട്ടെ. ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ അതിൻ്റെ കോല കണ്ടോ? എന്നാ വരി. ആ കുപ്പായ മാറ്റി ഇനി മാറ്റണം. ഞാൻ എൻ്റെ തേങ്ങയുടെ മൂട് മാറ്റും. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. പോയടാ അവിടുന്ന്. എന്നാ ബാബാ തെറ്റിയോ? ആ ചെറുക്കൻ തെറ്റിയോന്. ഇനി മാറ്റണ്ട. വെജ്ജ കൊയങ്ങി നടക്കാണ്ട്. നോമ്പറക്ക ബാങ്ക് കൊടുക്കണ്ട്. നോമ്പില്ലാത്ത വേമ്പാ. ആ ഇനി നോമ്പാ. ഒറ്റക്കാണ് എടുത്തോ. നോമ്പില്ലാത്തോളെ നോമ്പറക്കാന്ന് എന്തൊക്കെയാ? ഫ്രൂട്ട്സ് ഉണ്ട്, തരിക്കനുണ്ട്, കറുത്തുങ്ങാൻ. ഇതെന്തിനാ ഉള്ളിയൊക്കെ? എന്താ പുതിയ വെറൈറ്റിയാ? നിങ്ങൾ നോമ്പറക്കട്ടെ ഗൈസ്. ഓക്കെ ബൈ. നോമ്പറക്കല്ലേ? അനക്കതിന് നോമ്പുണ്ടടി. നോക്കെ ഞങ്ങൾ നോമ്പറക്കട്ടെ. അവൻ വന്നു. എവിടെയെന്ന് ചങ്ങായിച്ച്? എവിടെയും പറഞ്ഞോ? ബ്രോ സൂസു. ആ ഇതെന്താ വല്ല വീട്ടിൽ പണിക്ക് വരുന്ന ബംഗാളികളെ പോലെ? ഒറ്റക്ക് ഇട്ടിട്ട് മോന്തൊക്കെ കിട്ടൂട്ടോ. കിട്ടുന്ന് പറഞ്ഞാ കിട്ടും.